കോഴിക്കോട് മെഡിക്കൽ കോളേജിനെതിരെ ചികിത്സാ പിഴവ് ആരോപിച്ച് പേരാമ്പ്ര കൂത്താളി സ്വദേശിനി രജനി മരിച്ചു. ഇന്നലെ പുലർച്ചെ 2:30-ഓടെയാണ് മരണം. മെഡിക്കൽ കോളേജ് അധികൃതർ വിശദീകരണം നൽകാതെ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റില്ലെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നും ബന്ധുക്കൾ ആവശ്യപ്പെട്ടു. കോഴിക്കോട് നിന്ന് അനൽക സേതുണ്ട് വിശദാംശങ്ങളുമായി. അനൽക, അതീവ ദുഃഖകരമായ വാർത്തയാണ്. എപ്പോഴായിരുന്നു മരണം സംഭവിച്ചത്? എന്താണ് വിവരങ്ങൾ? അതിര സൂചിപ്പിച്ചതുപോലെ തന്നെ പുലർച്ചെ 2:30 കൂടിയിട്ടായിരുന്നു രജനി മരിച്ചത്. നമ്മൾ ഇന്നലെ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. കാരണം രജനി അത്യാസന്ന നിലയിലായിരുന്നു. രജനിയെ ഹോസ്പിറ്റലിലേക്ക് പ്രവേശിപ്പിക്കുന്നത് കോഴിക്കോട് കാഷ്വാലിറ്റിയിലേക്ക് പ്രവേശിപ്പിക്കുന്നത് നവംബർ 4-നായിരുന്നു. ഈ നവംബർ 4-ന് ശരീരമൊരിപ്പും വേദനയുമായിട്ടായിരുന്നു രജനിയെ കാഷ്വാലിറ്റിയിലേക്ക് പ്രവേശിപ്പിച്ചത്. പിന്നീട് അതിനുശേഷം വീട്ടിലേക്ക് പോയെങ്കിലും വേദന കൂടിയതിനാൽ വീണ്ടും തിരിച്ച് കാഷ്വാലിറ്റിയിലേക്ക് വരികയും പിന്നെ ഈ കാഷ്വാലിറ്റിയിൽ നിന്ന് CT സ്കാൻ ഉൾപ്പെടെ ചെയ്തുവെങ്കിലും രോഗം എന്താണെന്ന് കണ്ടെത്താൻ കാഷ്വാലിറ്റിയിലെ ഡ്യൂട്ടി ഡോക്ടർമാർക്ക് സാധിച്ചിട്ടില്ല. പിന്നീട് നില വഷളാവുകയും വീണ്ടും സ്കാനിങ് ഉൾപ്പെടെ നടത്തിയെങ്കിലും എന്താണ് യഥാർത്ഥ രോഗമെന്നത് കണ്ടുപിടിക്കാനായില്ല. ഇതിനിടയിൽ ശരീരം തളരുകയും പിന്നെ വീണ്ടും കാഷ്വാലിറ്റിയിൽ അഡ്മിറ്റ് ആവുകയും ചെയ്തതോടെ ഈ കാഷ്വാലിറ്റിയിലെ ഡ്യൂട്ടി ഡോക്ടർമാർ രജനിക്ക് മാനസിക രോഗമാണെന്ന് അത്തരത്തിലൊരു നിലപാടിലേക്ക് എത്തിച്ചേരുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് നിരവധിയായിട്ടുള്ള ചികിത്സാ പിഴവ് ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ മെഡിക്കൽ കോളേജിനെതിരെ വരുന്നുണ്ട്. ഹർഷിയുടെ കേസ്, അതേപോലെ തന്നെ കഴിഞ്ഞ ന്യൂസ് മലയാളം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള അശ്വിൻ്റെ കേസ്, നാദാപുരം ചെക്കാട് സ്വദേശി അശ്വിൻ്റെ കേസ് അടക്കമുള്ളത് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് വലിയ ആരോപണങ്ങളായിരുന്നു. മെഡിക്കൽ കോളേജിൽ ഈ ഡോക്ടർമാരുടെ അടുത്ത് വലിയ രീതിയിലുള്ള പിഴവുകൾ സംഭവിക്കുന്നു എന്നുള്ളത്. ഈ രജനിക്ക് ഗില്ലൻ ബാരി സിൻഡ്രോം, അതായത് ഈ സ്പൈനൽ കോഡിനെയും അതേപോലെ ന്യൂറോകളെയും ബാധിക്കുന്ന രോഗമായിരുന്നു. ഈ രോഗം കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ഇതിലേക്ക് ഈ കാഷ്വാലിറ്റിയിലെ ഡ്യൂട്ടി ഡോക്ടർമാർ തയ്യാറായില്ല. ഇവരെ കാഷ്വാലിറ്റിയിൽ നിന്നും ജനറൽ മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും ഓർത്തോയിലേക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കളിക്കുന്ന ഒരു സമീപനമാണ് ഈ ഡോക്ടർമാർ സ്വീകരിച്ചിരുന്നത്. പിന്നീട് ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലേക്ക് മാറ്റിയിട്ടാണ് ഈ രജനിക്ക് വിദഗ്ധ ചികിത്സ ലഭിക്കുന്ന കാര്യങ്ങളിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. ഇന്നലെ പുലർച്ചയോട് കൂടിയിട്ടായിരുന്നു മരണം സംഭവിച്ചത്. ഈ വിഷയത്തിൽ അതായത് ഈ ചികിത്സ നിഷേധിച്ചതുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനും അന്വേഷണ കമ്മിറ്റിക്കും പരാതി നൽകിയിരുന്നു. എന്നാൽ ഇതിലും നടപടി ഉണ്ടായിട്ടില്ല. യാതൊരു നടപടിയും വിശദീകരണം നൽകാൻ ആശുപത്രി അധികൃതർ തയ്യാറായിട്ടില്ല. ഇപ്പോൾ നമ്മളിവിടെ രജനിയുടെ ബന്ധുക്കൾ നമ്മളെ ന്യൂസ് മലയാളത്തോട് ചേരുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? യഥാർത്ഥത്തിൽ 4-ാം തീയതി രോഗി നാവിന് തരിപ്പും കാലിന് വേദനയൊക്കെ ആയിട്ട് മെഡിക്കൽ കോളേജിലേക്ക് വരികയായിരുന്നു. അങ്ങനെ അന്നേ ദിവസം തന്നെ അത്യാവശ്യ ഗുളികകളൊക്കെ കൊടുത്ത് വീട്ടിലേക്ക് പറഞ്ഞയച്ചു. ഇനി എന്തെങ്കിലും രോഗം മൂർച്ഛിക്കുകയാണെങ്കിൽ വീട്ടിനടുത്തുള്ള ഹോസ്പിറ്റലിൽ അങ്ങാനും കാണിക്കാൻ വേണ്ടി പറഞ്ഞു. പക്ഷെ അന്നേ ദിവസം തന്നെ അതിസഹിക്കാൻ പറ്റാത്ത വേദന കാരണം ഇവിടെ മെഡിക്കൽ കോളേജിലേക്ക് തന്നെ വരേണ്ട ഒരവസ്ഥയാണ് വന്നത്. അപ്പം മെഡിക്കൽ കോളേജിൽ എത്തി. അതിനുശേഷം ഇവിടെ 3 ദിവസം കാഷ്വാലിറ്റിയിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഈ 3 ദിവസവും അതായത് വേദനയ്ക്കുള്ള ഇഞ്ചക്ഷനും കാര്യങ്ങളും കൊടുത്തിരുന്നു എന്നല്ലാതെ ന്യൂറോ വിഭാഗത്തിലേക്ക് ഒരു കൺസൾട്ടേഷനോ ന്യൂറോളജി കാണുകയോ ചെയ്തിട്ടില്ല. അതായത് പിന്നെ ഇവിടെയുള്ള കാഷ്വാലിറ്റിയിലെ ഡോക്ടർമാർ കൃത്യമായി രോഗനിർണയം നടത്താൻ തയ്യാറായിട്ടില്ലെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. ഇപ്പോൾ ഇന്നലെ പുലർച്ചയോട് കൂടിയിട്ടാണ് മരണം സംഭവിച്ചത്. അതായത് ഇനി ഈ ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള വിശദീകരണം ഈ വിഷയത്തിൽ കിട്ടിയിട്ടുണ്ടോ? ഒരു വിശദീകരണവും കിട്ടിയിട്ടില്ല. നമ്മൾ സൂപ്രണ്ടിൻ്റെ അടുത്ത് പരാതിയായിട്ട് ചെന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ 3 അംഗ കമ്മിറ്റി ബോർഡ് അംഗങ്ങളെയൊക്കെ നിയമിച്ചിട്ടുണ്ട്. വിശദീകരണം തരാമെന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിന് വ്യക്തമായ ഒരു മറുപടി ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ആതിര സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കാഷ്വാലിറ്റിയിലുള്ള ഡോക്ടർമാരുടെ അടുത്തും അതേപോലെ തന്നെ മെഡിക്കൽ ബോർഡിൻ്റെ അടുത്തൊക്കെ കൃത്യമായി ഇവർ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ചികിത്സ നൽകണം എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഈ മെഡിക്കൽ കോളേജ് ആശുപത്രി എന്ന് പറയുന്നത് സാധാരണക്കാർ ഉൾപ്പെടെയുള്ളവർ ആശ്രയിക്കുന്ന ഒരു മലബാറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചികിത്സാ കേന്ദ്രമാണ്. ഈ രജനിയുടെ കുടുംബം എന്ന് പറയുന്നത് സാധാരണ കുടുംബമാണ്. ഈ രജനിയുടെ അമ്മ നമ്മളൊപ്പം ചേരുകയാണ്. അമ്മ ക്ഷമിക്കണം, ഈ രജനിയുടെ ഹസ്ബൻഡിൻ്റെ അമ്മ നമ്മളൊപ്പം ചേരുകയാണ്. ഹസ്ബൻഡിൻ്റെ സഹോദരി.
പറയാനുള്ളത് ഇങ്ങനെ ചെറിയൊരു രോഗമായിട്ട് വന്നിട്ട് കാഷ്വാലിറ്റിയിൽ നിന്ന് ചികിത്സ കിട്ടാണ്ടാണ് ഉള്ള മരണത്തിലേക്ക് തള്ളിവിട്ടത്. അതിൻ്റെ മരണ കാരണം ഞങ്ങൾക്ക് അറിയണം. പിന്നെ ഇനി അങ്ങോട്ടുള്ള നടപടി ആരോഗ്യമന്ത്രി ഇടപെട്ടിട്ട് പോസ്റ്റ്മോർട്ടം ആയാലും ജീർണിച്ച ശരീരമാണ്. ഒരാഴ്ച മുമ്പേ അവൾ വെന്റിലേറ്ററിൽ അബോധാവസ്ഥയിൽ കഴിഞ്ഞതാണ്. അതിനെക്കൊണ്ട് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഓളെ ശരീരം വിട്ടു നൽകണം. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് രോഗകാരണം അറിഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് പോകണം. ഇതിൽ ഈ ഇവിടുത്തെ ഡോക്ടർമാരുടെ അടുത്ത് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച ഉണ്ടായി എന്നുള്ളത് കുടുംബത്തിന് അത്തരത്തിലുള്ള ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ പരാതി നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഞങ്ങൾ മനുഷ്യാവകാശ കമ്മിറ്റി എവിടെയൊക്കെയാണോ പരാതി നൽകേണ്ടത് അവിടെയൊക്കെ ഞങ്ങൾ പരാതി നൽകും. ഞങ്ങൾക്ക് ഇതിനൊരു മറുപടി കിട്ടിയേ തീരൂ. അത് തന്നെയാണ് ആതിര പറയുന്നത്. അതായത് ഈ അമ്മയടക്കം പറയുന്നത് കൃത്യമായിട്ടുള്ള ചികിത്സ ലഭിച്ചിട്ടില്ല. ആരോഗ്യമന്ത്രിക്കും അതേപോലെ തന്നെ മനുഷ്യാവകാശ കമ്മീഷൻ അടക്കമുള്ളവർക്ക് പരാതി നൽകുമെന്ന് തന്നെയാണ് പറയുന്നത്. ഈ ആതിര ശരി, എന്തായാലും രജനിയുടെ കുടുംബം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നുള്ള നിലപാടിലാണ്. ആരോഗ്യമന്ത്രി അടക്കം ഈ വിഷയത്തിൽ ഇടപെടണമെന്നുള്ളതാണ് അവരുടെ നിലപാട്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അനിൽ കാസെയ്ദ് MV കോഴിക്കോട് നിന്ന്.